നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. 370 രൂപയുടെ ബിരിയാണി വാങ്ങിക്കൊടുത്താൽ ഒരു സ്ത്രീ വഴങ്ങിക്കൊടുക്കണോ? ഡേറ്റിംഗിന് പോയപ്പോൾ വാങ്ങി നൽകിയ ബിരിയാണിക്ക് പെൺകുട്ടിയെ കയറിപ്പിടിച്ച കഥ പറഞ്ഞ് യുവാവ് വിവാദത്തിലായിരിക്കുകയാണ്. സ്റ്റാൻഡപ്പ് കോമഡി ഷോയിലെ സമ്മതമില്ലാത്ത ലൈംഗിക അതിക്രമം നടത്തിയ യുവാവിന്റെ തമാശ പറയലും കൊമേഡിയന്റെ പ്രതികരണവും ജനരോഷത്തിനിടയാക്കുകയാണ്. ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോയിൽ കാണികളുടെ പ്രതികരണങ്ങളും ചേർത്തുള്ള പരിപാടിയിലെ ബിരിയാണി വിവാദവും ചർച്ചയാവുകയാണ്. കൊമേഡിയൻ പ്രണീത് മോറയുടെ ക്രൗഡ് വർക്ക് സെഗ്മെന്റിൽ പങ്കെടുത്ത ഗുരുഗ്രാമിൽ നിന്നുള്ള 23-കാരനായ വെബ് ഡെവലപ്പർ ഹിമാൻഷു ജാംഗ്രയാണ് അപകീർത്തി പരാമർശം നടത്തിയത്. ഇതോടെ സ്റ്റാർബിക് ഡിസൈൻ എന്ന സ്ഥാപനത്തിൽ നിന്നും ജോലി നഷ്ടമാവുകയും ചെയ്തു. ഒരു ഡേറ്റിംഗിന് പോയപ്പോൾ ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണിക്ക് 370 രൂപ ചെലവാക്കിയെന്നും താൻ പണം നൽകിയതുകൊണ്ട് പെൺകുട്ടിയിൽ നിന്ന് ചിലത് പ്രതീക്ഷിച്ചുവെന്നും യുവാവ് ഷോയിൽ പറയുന്നു. നിർബന്ധമായി അവളെ പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് ചുംബിച്ചെന്നും കയറിപ്പിടിച്ചെന്നും ഒരു മടിയുമില്ലാതെ ഇയാൾ കാണികൾക്ക് മുന്നിൽ പറഞ്ഞു. ഈ സമയം ഞെട്ടിക്കുന്ന പ്രതികരണമാണ് കാണികളിൽ നിന്ന് ഉണ്ടായത്. അവർ കൈയടിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കാണികളുടെ പ്രതികരണം ഞെട്ടിക്കുന്നതാണ്. കൊമേഡിയൻ പ്രണീത് മൊറെ ഇതിനെ യഥാർത്ഥ ഗുരുഗ്രാം ശൈലിയെന്നാണ് വിശേഷിപ്പിച്ചത്. ഹിമാൻഷുവിന് സമ്മാനവും നൽകി. എന്നാൽ ലൈംഗിക അതിക്രമത്തെ ഇത്ര നിസ്സാരവൽക്കരിച്ചതോടെ വൻ വിവാദമായിരിക്കുകയാണ്. വൻ ജനരോഷം ഉയർന്നതോടെയാണ് ഹിമാൻഷുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. വീഴ്ച സംഭവിച്ചെന്ന് അവതാരകൻ പ്രണീത് മൊറയും സമ്മതിച്ചു. 370 രൂപ കൊടുത്ത് ബിരിയാണി വാങ്ങി നൽകിയാൽ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കൈവയ്ക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ ശ്രദ്ധിക്കണം. ജയിലിലേക്കുള്ള ദൂരം അകലെയല്ലെന്ന് പോലീസും മുന്നറിയിപ്പ് നൽകുന്നു.